സുരക്ഷിതമായിരിക്കേണ്ട ബന്ധങ്ങളിൽ പാളിച്ച പറ്റിയാൽ ആ വിടവിലേക്ക് അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങൾ ഊർന്നിറങ്ങും. അതുപോലെ നമ്മളുടെ കൂടെ നിൽക്കുന്ന സ്ഥിരമായി നമ്മളുടെ കൂടെയുള്ളവർ കൂടെ ഇല്ലെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ആ സാഹചര്യം മുതലെടുത്തുകൊണ്ട് അവിടേക്ക് വേറെ ആൾക്കാർ ബന്ധം സ്ഥാപിക്കാൻ വരികയും അത് പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അവരുടെ കെണിയിൽ അകപ്പെട്ടുകൊണ്ട് നമുക്ക് ജീവിതം തന്നെ ഉപേക്ഷിക്കേണ്ടതായി വരികയൊക്കെ ചെയ്യും. അതുപോലെ തന്നെയാണ് ചില ബന്ധങ്ങളുണ്ട്. ആ ബന്ധങ്ങളെ അതിർത്തിക്ക് അപ്പുറത്ത് നിർത്തേണ്ടതായിട്ടുള്ള ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങളെ നമ്മൾ തീർത്തും ഉപേക്ഷിക്കാനും പറ്റത്തില്ല. എന്നാലും അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് മാത്രം അവരെ കൂടെ നിർത്തുകയും ആവശ്യം കഴിയുമ്പോൾ അവരെ വിട പറഞ്ഞു വിടുകയും ചെയ്യണം. അതുപോലെ തന്നെ ചില ബന്ധങ്ങളുണ്ട്, അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളും അപകടകരമായിട്ടുള്ള ബന്ധങ്ങളും. ആ ബന്ധങ്ങളെ നമ്മൾ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങളെ ഒഴിവാക്കി പറഞ്ഞു വിടണം. അന്ന് നമ്മളുടെ യഥാർത്ഥ ബന്ധത്തിനെ നിലനിർത്താനുള്ള ആദ്യത്തെ പടിയായിട്ട് നമുക്കതിനെ കണക്കുകൂട്ടാവുന്നതാണ്. ആരും എല്ലാവർക്കും ഒരുപോലെയല്ല. ഓരോരുത്തരും തനിക്ക് ആരാണെന്ന് അതിനെ അടിസ്ഥാനമാക്കിയാണ് എല്ലാവരും പരസ്പരം ഇടപഴകുന്നത്. നമ്മളുടെ വീട്ടിലുള്ള അച്ഛനും അമ്മയും അതുപോലെ സ്വന്തം ബന്ധുക്കളോടും കാണിക്കുന്ന പോലെ ആയിരിക്കത്തില്ല നമ്മൾ മറ്റു വ്യക്തികളോട് ബന്ധം കാണിക്കുന്നതും മറ്റു വ്യക്തികളെ സമീപിക്കുന്ന രീതിയും. അതുപോലെ തന്നെയാണ് ഒരു മേലുദ്യോഗസ്ഥനോട് പെരുമാറുന്ന രീതിയിലായിരിക്കത്തില്ല താഴെക്കിടയിലുള്ളൊരു ജോലിക്കാരനോട് നമ്മൾ പെരുമാറുന്നത്. എല്ലാത്തിനും ഒരു വ്യത്യാസം കാണും. ഓരോ ബന്ധങ്ങൾക്കും മഹത്വപൂർണമായ സ്ഥാനമുണ്ട്. തമ്മിൽ ഓരോ ആൾക്കാരും പെരുമാറുമ്പോഴും അവനവൻ്റെ ബന്ധത്തിന് അടിസ്ഥാനമാക്കിയും ആ ബന്ധത്തിന് നിലയുറപ്പിച്ചുകൊണ്ടും അതിനിപ്പോൾ വേണ്ടുന്നത്ര പരിഗണന നൽകിക്കൊണ്ടൊക്കെയാണ് ഓരോരുത്തരും ബന്ധം തുടങ്ങുന്നതും. അത് ചില ബന്ധങ്ങളുണ്ട് തുടങ്ങിക്കഴിഞ്ഞതിന് ശേഷം അത് നിർത്തേണ്ടതായിട്ട് വരുന്ന സാഹചര്യത്തിൽ നമുക്കത് അവസാനിപ്പിക്കേണ്ടതായിട്ട് വരും. അത് നമ്മളുടെ ബന്ധം നന്നായിട്ട് പോകുന്നില്ലെന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിർത്തേണ്ട അനിവാര്യമാണ്. അതെല്ലാ ബന്ധത്തിലും അത് അടിസ്ഥാനപരമായ കാര്യം തന്നെയാണ്. നമ്മളുടെ ഓരോരുത്തർക്കും ബന്ധങ്ങൾ വളർത്തുന്നത് എങ്ങനെയാണെന്നും അത് എങ്ങനെ കൊണ്ടുപോകണമെന്നും പലവർക്കും അറിയാൻ പാടില്ല. ജീവിതത്തിൽ പലവർക്കും പലവരോടും സ്നേഹബന്ധങ്ങളും അടുപ്പങ്ങളും സമാന രീതിയിലുള്ള വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ട്. ഓരോ ബന്ധത്തിലും ഓരോ രീതിയിലായിരിക്കും. നമ്മളിപ്പോൾ ഒരാളെ കാണുന്ന പോലെയല്ല ആളെ മറ്റൊരാൾ കാണുന്നത്. എല്ലാ ബന്ധത്തിലും എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളോടെയാണ് കാണാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ കാണിക്കുന്ന ബന്ധങ്ങൾക്കൊരു സ്ഥാനം കൊടുത്തുകൊണ്ട് ആ ബന്ധങ്ങളുടെ മൂല്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ബന്ധത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം. ഓരോ ബന്ധങ്ങളും വിലപിടിപ്പുള്ളത് തന്നെയാണ്. ആ ബന്ധത്തിന് അതിൻ്റെതായ സ്ഥാനവും ഉണ്ട്, അതുപോലെ മൂല്യവും ഉണ്ട്. അതെന്താണെന്ന് നമ്മൾ തിരിച്ചറിയണം. എങ്കിൽ മാത്രമേ നമ്മളുടെ ബന്ധം കൊണ്ട് ഒരർത്ഥം ഉണ്ടാകത്തുള്ളൂ. ഓരോരുത്തർക്കും മിത്രങ്ങളോടുള്ള ബന്ധവും സഹോദരന്മാരോടുള്ള ബന്ധവും സുഹൃത്തുക്കളോടുള്ള ബന്ധവും എല്ലാത്തരം ബന്ധങ്ങളും ഓരോ ബന്ധത്തിൻ്റെ ഓരോ തട്ടായിട്ടാണ്. ആ തട്ടിലുള്ള ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റെതായ മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ബന്ധത്തിന് അമൂല്യമായ സ്ഥാനം നൽകുകയും ആ ഒരു ബന്ധത്തിനെ നിലനിർത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാൻ ശ്രമിക്കുകയും ചെയ്യുവാണെങ്കിൽ തീർച്ചയായിട്ടും എല്ലാ ബന്ധങ്ങൾക്കും അതിൻ്റെതായ ഒരു മഹത്വം അതുപോലെ തന്നെ ഒരു സ്ഥാനവും ഒക്കെ ലഭിക്കുന്നതാണ്. നമ്മളെല്ലാവരും ബന്ധങ്ങളിൽ വിശ്വസിക്കുന്ന വ്യക്തികളാണ്. നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഓരോ ബന്ധങ്ങൾ സ്ഥാപിക്കാറുണ്ട്. ആ ബന്ധങ്ങളിലൊക്കെ നമ്മൾ മഹത്വപൂർണമായ സ്ഥാനം കൊടുക്കുന്നതും അതുപോലെ ബഹുമാനം കൊടുക്കേണ്ടടുത്ത് ബഹുമാനം കൊടുക്കുകയൊക്കെ ചെയ്തുകൊണ്ട് ആ ബന്ധത്തെ വളർത്തിയെടുക്കാൻ വേണ്ടി നമ്മൾ നോക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളുടെ എല്ലാവരുടെയും ഓരോ ബന്ധങ്ങൾക്കും അതിൻ്റേതായ മൂല്യം ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെയാണ് ചില വ്യക്തികൾ പരിചയപ്പെടുകയും ബന്ധം സ്ഥാപിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം പെട്ടെന്ന് ഒരു കാരണവും ഇല്ലാതെ അകന്നു പോകുന്നതും മറ്റു ഒരാളെ അകറ്റി നിർത്തുന്നതൊക്കെ അത് ഒരു തരത്തിലും അനുയോജ്യമായ കാര്യമാണെന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മളോട് ഒത്തിരി അടുത്ത് നിന്ന വ്യക്തികൾ പെട്ടെന്ന് നമ്മളെ അകറ്റുകയും നമ്മളിൽ നിന്ന് മാറിപ്പോവുകയും ചെയ്യുമ്പോൾ നമ്മൾക്കത് മാനസികമായിട്ട് ആർക്കാണെങ്കിലും ഒരു വിഷമവും സങ്കടമൊക്കെ തോന്നും. അതുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളോട് കൂടുന്ന ആൾക്കാർ, നമ്മൾ പരിചയമുള്ള ആൾക്കാരോടും നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമ്മൾ അവരോട് ആ ബന്ധത്തിന് ഒരു സ്ഥാനം കൊടുത്തുകൊണ്ട് അവരോട് സംസാരിക്കുക, അവർക്ക് വേണ്ടുന്ന ആ ഒരു പിന്തുണയും ബഹുമാനവും ഒക്കെ കൊടുക്കുകയും ചെയ്യണം. അല്ലാതെ നമ്മൾ ഒരാളെ പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകുന്നത് ആ ബന്ധത്തിലെ തന്നെ പോരായ്മയായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അവനവനാകുന്ന ബന്ധങ്ങൾക്ക് നമ്മൾക്കിടയിൽ നമ്മൾ
കൊടുത്തിട്ടുള്ള ബന്ധുക്കൾക്കും അതുപോലെ ബന്ധത്തിൽ ഉള്ള ആൾക്കാർക്കും ഒക്കെ അതിൻ്റെതായിരുന്ന ഒരു സ്ഥാനവും മൂല്യവും ഒക്കെ കൊടുത്തുകൊണ്ട് ആ ബന്ധത്തെ നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടി ശ്രമിക്കണം. എല്ലാ ബന്ധവും നിലനിർത്തുന്നതിലാണ് ഏറ്റവും കൂടുതൽ കാര്യമുള്ളത്. ആ ബന്ധങ്ങൾ തകർത്ത് ഉടച്ച് പെട്ടെന്ന് ആർക്കും പോകാൻ സാധിക്കുന്നതാണ്. എന്നാൽ ആ ബന്ധത്തെ മനസ്സിലാക്കിക്കൊണ്ട് അടിയുറച്ച് നിന്ന് ആ ബന്ധത്തിന് വേണ്ടുന്ന സ്ഥാനം കൊടുത്ത് ആ മൂല്യം മനസ്സിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ ബന്ധങ്ങൾക്ക് ഓരോ അർത്ഥം ഉണ്ടാകത്തുള്ളൂ. അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് ബന്ധത്തെക്കുറിച്ചും അതിൻ്റെ മൂല്യത്തെക്കുറിച്ചും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ.